ഭൂമിയിൽ ജനിച്ചുവല്ലേ, ദൈവമായിട്ടിരിക്കുന്ന ജീവനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് അധികാരമില്ലല്ലോ. അതുകൊണ്ട് എന്നൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പ്രയാസം വെച്ചാൽ എങ്ങനെ മുമ്പോട്ട് പോകും, ജീവിക്കും എന്നുള്ളതാണ്. മോൻ തനിയെ പഠിച്ചത്. മോൻ നമ്മൾ പ്രത്യേകമായിട്ടെങ്ങും പഠിപ്പിച്ചിട്ടില്ല. അവൻ തന്നെ ജീവിതമാർഗത്തിന് വേണ്ടി പഠിച്ചു. അവന് അതിനൊരു കഴിവ്. ജീവിതയാത്രയിൽ വിധി പലകുറി തളർത്താൻ ശ്രമിച്ചിട്ടും തോറ്റ് പിന്മാറാൻ തയ്യാറാകാത്ത ഒരാളുണ്ട് തിരുവനന്തപുരത്തെ ചിറയിൻകീഴിൽ. ടെക്നീഷ്യൻ അനിൽകുമാർ. തൻ്റെ പരിമിതികളെയൊക്കെ ദൃഢനിശ്ചയം കൊണ്ട് കീഴടക്കുകയാണ് അയാൾ. വർഷങ്ങളായി അനിൽകുമാറിന് ചുറ്റും ഇരുട്ടാണ്. പക്ഷേ തൻ്റെ കൈവിരലുകൾ കൊണ്ട് അയാൾ മറ്റുള്ളവരെ അമ്പരപ്പിക്കും. ഫ്രിഡ്ജ്, AC, മിക്സി തുടങ്ങി ഇലക്ട്രിക് ഉപകരണങ്ങൾ ഏതുമാകട്ടെ, ഈ ടെക്നീഷ്യൻ ഒന്ന് തൊട്ടാൽ പിന്നെ ഉഷാറാണ്. ഭൂമിയിൽ ജനിച്ചുവല്ലേ, ദൈവമായിട്ടിരിക്കുന്ന ജീവനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് അധികാരമില്ലല്ലോ. അതുകൊണ്ട് എന്നൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. പ്രയാസം വെച്ചാൽ എങ്ങനെ മുമ്പോട്ട് പോകും, ജീവിക്കും എന്നുള്ളതാണ്. പിന്നെ ദൈവം നിലനിർത്തി എന്നാണ് പറയാം. ദൈവത്തിൻ്റെ കൃപ, അല്ലാതെ വേറൊന്നുമില്ല. ദൈവം നമ്മളെ കുത്തിവൃത്തിക്കൊക്കെ തന്ന് അന്നൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇത്ര സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് കാഴ്ച പോകുന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. 2 സഹോദരിമാർ പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അനിയന്മാരൊക്കെ അവരൊന്നും അത്ര കൊച്ചു കുഞ്ഞുങ്ങളാണ് അവരൊക്കെ. അപ്പോൾ അതിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. അമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി. ഞങ്ങൾ 6 മക്കളായിരുന്നു. അമ്മ പിന്നെ ഈ ആക്രി ഉറക്കാൻ വരെ ഇവർ പോയിട്ടുണ്ട്. ഇവർ പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അതിൻ്റെ പണിക്ക്, വാർക്ക് പണിക്ക് അതിനൊക്കെ പോയിട്ടുണ്ട്. എന്നൊക്കെ അങ്ങനെ ഒരു പിന്നെ കുറച്ചൊക്കെ അതിന് ശേഷം പിന്നെ ഇവരൊക്കെ ആളായതിനു ശേഷമൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കുറച്ചൊക്കെ മെച്ചപ്പെട്ടത്. എന്നാലും നിത്യവൃത്തിക്ക് നമ്മൾ ദിവസം ജോലിക്ക് പോകാതെ നിത്യവൃത്തി കഴിയത്തില്ല. എന്തായാലും അന്നത്തെക്കാട്ടി ഒരവസ്ഥ. എൻ്റെ ഈ കണ്ണിന് മരുന്ന് ഒഴിച്ചുകൊണ്ട് നിന്നാണ് ഞാൻ. അപ്പോൾ അതുവരെ ഈ കണ്ണിന് ചെറിയ കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാമ്പത്തിക പ്രശ്നം വന്നപ്പോഴത്തേക്ക് കണ്ണിൻ്റെ മരുന്നൊഴിപ്പ് നിർത്തിക്കൊണ്ടാണ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടത്. അങ്ങനെ സമയമായിപ്പോയായിരുന്നു. അങ്ങനെ സാമ്പത്തികമായി വളരെ ഞെരുക്കുണ്ടായിരുന്ന സമയത്ത്. അതൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ്, കാരണം അത്രയും പൈസ എടുത്ത് ഇവിടെ ചിലവാക്കാൻ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം മരുന്ന് എടുക്കേണ്ടതുണ്ട്. കാരണം കണ്ണിന് പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അന്ന് മധുരയിൽ അരവിന്ദ് ഹോസ്പിറ്റലാണ് ഇത് പോയിക്കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഇത് കണ്ണിന് പ്രശ്നമാണ്, ഓപ്പറേഷൻ ചെയ്ത് കുറയ്ക്കണം എന്ന് പറഞ്ഞത്. അന്നൊക്കെ സാമ്പത്തിക വളരെ മോശമായതുകൊണ്ട് അതിനോടൊന്നും വന്നില്ല. 26-27 വർഷങ്ങൾക്ക് മുന്നേ സുഖമില്ലാതെ കണ്ണിന് കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ട് കുറഞ്ഞൊരു 13-14 വർഷത്തിന് മുമ്പ് വരെ കുറച്ച് കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും 14 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് ഇല്ല കാഴ്ച. പിന്നെ ഈ ജോലി ചെയ്തിങ്ങനെ നേരത്തെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ സർവീസ് പിന്നെ തുടങ്ങിയായിരുന്നു. അതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ സർവീസ് തുടങ്ങാൻ കാര്യം, നമ്മൾ സെക്കൻഡ് ഹാൻഡ് സാധനം എടുത്ത് ഒരാളുടെ അഡ്വാൻസ് ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ടെക്നീഷ്യന്മാരെ വിളിക്കുമ്പം പുറത്തുനിന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് സമയത്തിന് വരത്തില്ല. ചിലപ്പോൾ 5-6 ദിവസം കഴിഞ്ഞൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഇലക്ട്രോണിക്സായിട്ട് ചെറിയ ബന്ധവും കറണ്ടിൻ്റെ കാര്യമൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ചിന്തിച്ചായിരുന്നു, നമുക്ക് ഇന്ന ഇത് കാര്യം കണ്ടിന്യൂ ചെയ്തുകൂടെ, നമുക്കിന്നെ ചെയ്തുകൂടെയെന്ന്. പിന്നെ ആരും എന്നെ പഠിപ്പിച്ചൊന്നുമില്ല, ഞാൻ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ തുടങ്ങി പിന്നെ സ്വന്തമായിട്ട് റിപ്പയർ ഇവിടെ എല്ലാം തുടങ്ങിയായിരുന്നു. എൻ്റെ പാച്ച് വർക്ക് ചെയ്യും, ഗ്യാസിൻ്റെ പണി ചെയ്യും, പെയിൻറ്റിങ്ങിൻ്റെ പണി, എല്ലാ പണിയും ഞങ്ങൾ തന്നെ ചെയ്യണം. പാച്ച് വർക്ക് എല്ലാ പണിയും ചെയ്യും. ഏഷ്യൻ റെഫ്രിജറേറ്റർ എഞ്ചിനീയർ സംഘടനയുണ്ട്, അതിൻ്റെ ഒരു അംഗം കൂടിയാണ് ഞാൻ, മെമ്പേഴ്സാണ് ഞാൻ. 2016-17 ഏറ്റവും നല്ല ടെക്നീഷ്യനായിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് സംഘടന. 24-ാം വയസ്സിലാണ് അനിൽകുമാറിൻ്റെ കാഴ്ച നഷ്ടമായി തുടങ്ങുന്നത്. അന്നത്തെ സാമ്പത്തിക ശേഷി ചികിത്സയെ ബാധിച്ചപ്പോൾ അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. സാഹചര്യങ്ങൾ പല തൊഴിലുകളിലും അനിൽകുമാറിനെ കൊണ്ട് ചെന്നെത്തിച്ചെങ്കിലും തനിക്കറിവുള്ള മേഖലയിലേക്ക് തന്നെ അയാൾ മടങ്ങിയെത്തി. ഈ ജോലിയിലെ വെല്ലുവിളികളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന അനിൽകുമാർ തൻ്റെ കാഴ്ച പരിമിതിയെ കഴിവുകൊണ്ട് കീഴടക്കി. സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുത്ത് കൊടുക്കുകയും ഫ്രിഡ്ജിൻ്റെ സർവീസൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് തീവ്രത കഴിയുമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, ജോലിയൊക്കെ വരും. പിന്നെ ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആയതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും കാഴ്ചയില്ലെങ്കിലും ആ ജോലി എനിക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ജോലി ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ പ്രശ്നമില്ല,
എത്ര ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ജോലി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. ഫ്രിഡ്ജിൻ്റെ സർവീസാണ് എനിക്ക് കൂടുതലുള്ളത്. ടി വിയുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ടി വി ഇപ്പോൾ നമ്മൾ LED മോഡലൊക്കെ ആയിക്കഴിഞ്ഞല്ലോ. ഇപ്പോൾ OLED വരെ ആയിക്കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വർക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ആ ഫീൽഡ് ഞാൻ കുറച്ചൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. കാരണം അതുപോലെ പൊതുവേ ഈ LED TV മറ്റേ ടി വിയുടെ ലൈഫില്ല അതിന്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് TV എടുത്ത് നമ്മൾ സർവീസ് കൊടുത്താലും ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ ഓടുമ്പോഴത്തേക്ക് റിപ്പയർ ആവുന്നുണ്ട്. റിപ്പയർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ശരിയെന്ന് പറയും. ഇന്ന് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നതിനൊപ്പം പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കാനും അനിൽകുമാറിന് സാധിക്കുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിലും പുതിയ കാലത്തെ വെല്ലുവിളികൾക്ക് മുന്നിൽ നിസ്സഹായനാവുകയാണ് ഇയാൾ.